പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പാരിസ്ഥിതിക ആഘാതം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമകരമായ നീക്കങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ കടലിലേക്ക് പോയിട്ടുള്ള കണ്ടെയ്നറുകളിൽ നിന്ന് ഏതെങ്കിലും ഇന്ധനങ്ങൾ വെളിയിലേക്ക് പൂർത്തീകരിച്ചു വന്നാൽ അതുണ്ടാക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ജാഗ്രതയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ യോഗം ചേർന്ന് ശക്തമായ നടപടികളുമായി ജാഗ്രതയോടുകൂടി നിൽക്കുന്നു. അതേസമയത്ത് ഇപ്പോൾ കടലിലേക്ക് പോയിട്ടുള്ള ഷിപ്പ് ഏതാണ്ട് 650 കണ്ടെയ്നർ കയറ്റാൻ സൗകര്യമുള്ള ഷിപ്പ്. അതിൽ ഏതാണ്ട് 643 കണ്ടെയ്നറുകളായിരുന്നു ആ ഷിപ്പിലുണ്ടായിരുന്നത്. അതിൽ 40 എണ്ണമാണ് വെളിയിലേക്ക് കടലിലേക്ക് പോയിട്ടുള്ളത്. ആ പോയിട്ടുള്ളത് വിവിധ തീരപ്രദേശത്ത് അടിയാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയ്ക്കുള്ള നേരത്തെ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്ന സാഹചര്യം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം, ജാഗ്രതയോടുകൂടി കാണണം എന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം ഈ ഷിപ്പിംഗ് ചുമതലയുള്ള കേന്ദ്രം ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവമായി സമീപിക്കുന്നത്. പൊതുവിൽ ഈ ഷിപ്പിന് MSC എൽസ 3 എന്ന ഷിപ്പാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് MSC. അവർക്ക് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഉള്ളവരാണ്. അവരുടെ ഷിപ്പിന് ഇൻഷുറൻസ് ഉണ്ട്, കണ്ടെയ്നറുകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇത് കയറ്റി അയച്ച ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് അതിന്റെ ഇൻഷുറൻസ് നേരത്തെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതിനാവശ്യമായ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് എല്ലാ അർത്ഥത്തിലും നിർവഹിക്കാൻ കഴിയും. അതേസമയത്ത് ഇതിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വെല്ലുവിളി. അത് പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേർന്ന് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് എൻവയോൺമെന്റ് ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റൽ ഗാർഡ്സ്, അതേപോലെ തന്നെ തീരദേശ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന മറ്റ് സംവിധാനങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇവരെല്ലാം ഈ കാര്യത്തിൽ ജാഗ്രതാപൂർണമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തുണ്ട്. അതുകൊണ്ട് ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഓയിൽ ലീക്ക് ചെയ്ത് ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടെന്നുള്ള സൂചനകൾ വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ അതിനെ നേരിടുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിച്ച് കാലേകൂട്ടി തന്നെ അതിന് പ്രതിരോധം തീർക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യം നമുക്ക് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചാൽ ആ നഷ്ടങ്ങളൊക്കെ തന്നെ MSC എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ നമുക്ക് കഴിയും. അതവർ തരാൻ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അതുപോലെ പാരിസ്ഥിതിക പ്രശ്നം, ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഏറ്റെടുത്തുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനും ജാഗ്രതയോടെ നീങ്ങുന്ന തീരുമാനമെടുത്ത് ഇപ്പോൾ പ്രവർത്തനത്തോടുകൂടി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്.